ഞങ്ങൾക്കെതിരായിട്ട് പ്രതിഷേധമുണ്ടോ? ഈ പോലീസ് പ്രശ്നമില്ല, അത് BJP-യുടെ പ്രതിഷേധമാണ്. പക്ഷെ BJP ഓഫീസോട് ഒരു പ്രതിഷേധം പോയി കഴിഞ്ഞാൽ ഇവർക്ക് അസ്വസ്ഥതയാണ്. നമുക്ക് നോക്കാം. ഈ സന്ദീപ് ഇപ്പം അവിടെ വലിയൊരു പ്രതിഷേധം നടന്നത് ബാരിക്കേഡിന് മുന്നിൽ തന്നെയായിരുന്നു സന്ദീപ് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ വലിച്ചു കഴിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്താണ് നോക്കി ഇവിടെ ഒരു നിയമസഭാ അംഗത്തിന്റെ പാലക്കാട്ടുകാർ 18,800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ചരിത്ര വിജയം നൽകിയിട്ടുള്ള ഒരു MLA-യുടെ തലയെടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ പ്രതികൾ മുഴുവൻ അപ്പുറത്തുനിന്ന് ഇപ്പം എനിക്കെതിരെയും കൊലവിളിയും ദുരാക്കി നടത്തിയായിരുന്നു. ഇതേ പ്രതികൾ പ്രസംഗിച്ച അതേ ആളുകൾ, അവർക്കെതിരെ ഒരു നടപടിയില്ല, അവർക്കെതിരെ പോലീസ് ആക്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഈ പാലക്കാട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളർന്നു വന്നിട്ട് ഒരാളാണ്. ഇവിടുത്തെ BJP-കാരുടെയും RS-കാരുടെയും ഭീഷണിക്ക് മുന്നിൽ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ കൊലവിളി നടത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാം, ഇവിടുത്തെ MLA-യുടെ തലയെടുക്കാം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയം. ഇന്ന് വളരെ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാണ് ഇറങ്ങിയത്. യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനെതിരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണമാണ് പോലീസ് നടത്തിയിട്ടുള്ളത്. വളരെ ക്രൂരമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ആക്രമിച്ചിട്ടുള്ളത്, MLA-യുടെ സ്റ്റാഫിനെ ആക്രമിച്ചിട്ടുള്ളത്. അപ്പം എനിക്കെതിരെ ആക്രമണം ഉണ്ടായി, ജലപീരങ്കി അടിച്ചു. അപ്പോൾ ഞാൻ ഉദ്ഘാടകനായി വന്നൊരു പരിപാടിയിൽ എനിക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു, എന്നെ വലിച്ചഴച്ചു കൊണ്ടുപോയിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനോട് നീതി നിഷേധിക്കുകയും അപ്പുറത്ത് സംഘപരിവാറുകാർ എന്ത് അക്രമം കാണിച്ചാലും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് പാലക്കാട്ടെ പോലീസും പിണറായി വിജയന്റെ പോലീസ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇവിടെ ഇലക്ഷന്റെ സമയത്ത് തന്നെ ഞങ്ങൾ ആരോപിച്ചാണ് ഇത് CJP ആണെന്ന്. ഇവിടെ CPM-ന്റെയും BJP-യുടെയും ഐക്യമാണ് ഇവിടെ കാണുന്നത്. CPM-ന്റെ പോലീസ് ഇവിടെ BJP-യെ സഹായിക്കുന്നു, സംഘപരിവാറിനെ സഹായിക്കുന്നു, MLA-യുടെ തലയെടുക്കുമെന്ന് പറഞ്ഞവന് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നു. മറുവശത്ത് ജനാധിപത്യപരമായി പ്രതിഷ്ഠിച്ച ആളുകൾക്കെതിരെ രാത്രി ഉപയോഗിക്കുന്നു, ജലപീരങ്കി ഉപയോഗിക്കുന്നു. തീർച്ചയായിട്ടും വലിയ ജനകീയ പ്രതിരോധം ഇനി ഉയർന്നു വരും. ഇത് ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒരു SI പറയുക, സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളോട് പറയാ, ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നിന്റെ മുഖം അടിച്ചു പൊളിക്കുമെന്ന്. ആ പോലീസ് സ്റ്റേഷനിലായിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ ആ SI-യും അങ്ങനെ ആർജവമുള്ള ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ വന്നിട്ട് തൊട്ട് നോക്കട്ടെ, അവന്റെ മുഖം വിട്ടിട്ടുണ്ടല്ലോ, ഒന്ന് അടിച്ചു പൊളിച്ചു നോക്കട്ടെ, എന്താ ചെയ്യാൻ പറ്റുക നമുക്കൊന്ന് നോക്കാം. സമരം ചെയ്യുന്നവർ അങ്ങനെയാണോ പറയണ്ടേ? മുഖം അടിച്ചു പൊളിക്കുന്നു. എന്നിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചു പറയാം അടിച്ചു പൊളിക്കുമെന്ന്. എന്നാ ഞങ്ങൾ വെല്ലുവിളിക്കുക, പുറത്തൊന്നും പോകണ്ട, പോലീസ് സ്റ്റേഷനിലുണ്ട്, ഇവന്റെ മുഖത്തൊന്ന് തൊട്, പിന്നല്ലേ അടിച്ചു പൊളിക്കുന്നു, ഒന്ന് തൊട്ട് കാണിയില്ല. ഇവിടെ ഒരു നിയമസഭാ സാമാജികനെതിരെ കൊലവിളി നടത്തി, നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? നേരെ എത്രയായാലും ഒരു കേസെടുത്തോ? ഇനി ആ വെല്ലുവിളിച്ചവരോട് പറയാ, ഞാൻ പാലക്കാടുണ്ട്, ടൗണിലുണ്ട്, തലയെടുക്കാൻ കൊതിച്ച് നിൽക്കുന്നവർ ഇങ്ങോട്ട് വാ, തലയൊന്ന് എടുത്ത് കാണിര്. കാല് വെട്ടുമെന്ന് പറഞ്ഞാൽ ആ കാല് ഉറപ്പിച്ചിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്, ഒന്ന് എടുത്ത് കാണിര്. അങ്ങനെ എന്നെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയം തീരുമോ? BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടം അവസാനിക്കൂ. ഞാനില്ലെങ്കിൽ അടുത്ത ആള് വരും. എന്താ ഇവിടുന്ന് തല കൊയ്തിട്ട് അവര് ബാക്കി ഉണ്ടാക്കട്ടെ? പോലീസ് നടപടി, ഇവിടെ പോലീസിനെ നയിക്കുന്നത്, ഞാനതാ പറഞ്ഞത്, മുനിസിപ്പാലിറ്റി മാത്രമാണ് BJP ഭരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ മേലധികാരി BJP അല്ല. ഞാൻ ചോദിച്ചല്ലോ, ഇവിടെ കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞൊരു മന്ത്രി, ആ മന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ MP-യും MLA-യും പങ്കെടുക്കുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നുള്ള സമരം, എന്താണ് നമുക്ക് മനസ്സിലായത് പോലുമില്ല. ആ സമരത്തിൽ കേസില്ല, അവിടെ അടിയില്ല, അവിടെ അടിക്കാൻ പോയില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഒരു BJP-യുടെ ഒരു കൊട്ടേഷൻ നേതാവ് പറയുകയാണ്, എന്താണ് കാലെടുക്കും, പോലീസിന് കേസുണ്ടോ? ഇന്നിപ്പോ വന്നിട്ട് വേറൊരു BJP നേതാവ് പറയുക തലയെടുക്കും, പോലീസിന് കേസുണ്ടോ? എന്റെ ഓഫീസിന്റെ ഫ്രണ്ട് ഇന്നലെ കോപ്രായം കാണിച്ചു. ലാത്തി ചാർജ് എവിടെ ഉണ്ടായോ? പരാതി കൊടുത്തിട്ടുണ്ട്. ലാത്തി ചാർജ് നടത്തിയോ? ഇവിടെ ഉണ്ട്, ബ്ലോക്ക് പ്രസിഡന്റ് പരാതി കൊടുത്ത ആളാണ്. ലാത്തി ചാർജ് ഉണ്ടായോ? മാർച്ച് നടത്തി, തോന്നിവാസങ്ങൾ മുഴുവൻ കാണിച്ചു, അവിടെ ലാത്തി ചാർജ് ഉണ്ടായോ? BJP-ക്കെതിരായിട്ട് ഒരാൾ കമാന്ന് രക്ഷം ഉണ്ടായാൽ പാലക്കാട്ടെ പോലീസ് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ആ സ്റ്റേഷനിൽ നിന്നിട്ട് സംസാരിക്കാം. എന്താ എടുക്കുക? കേസെടുക്കും, കേസ് എന്താ പുത്തരിയ? ഇന്നിപ്പോ സമാന്തരമായിട്ടൊരു പ്രകടനം അല്പസമയം BJP നടത്തിയിരുന്നു. അതിൽ വിശാല കബറിടം ഒരുക്കി വെച്ചോളാണ് രാഹുലിന് സന്ദീപിനുള്ള മുന്നറിയിപ്പ്. എന്റെ പൊന്നു സഹോദരന്മാരെ, എനിക്ക് കബറിടം ഒഴുക്കുകയല്ല, എന്നെ കബറിൽ കൊണ്ടുവന്ന് കിടത്തിയാൽ ആ കിടത്തുന്ന നിമിഷം വരെ ഉണ്ടല്ലോ, ജീവനറ്റ് പോകുന്ന നിമിഷം, അതുവരെ BJP-ക്കെതിരായിട്ട് പോരാടും. അത് കഴിഞ്ഞുള്ള ആളെ കാര്യമല്ലേ, അത് അടുത്ത വരുന്നവൻ നടത്തിക്കോളും. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമൊന്നുമല്ല. എനിക്ക് കബറിടം ഒരുക്കി എന്റെ തലയങ്ങ് കൊയ്താൽ തീർന്നു പോകുന്നതാണോ ഈ പോരാട്ടം? ഈ പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയാ. ഞങ്ങളാ പോരാട്ടം തുടരും. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടോ ഇല്ലോ എന്നുള്ള വിഷയമല്ല, ആ പോരാട്ടം തുടരും. എന്നാൽ തലയെടുക്കട്ടെ, എത്ര തലകളാണ് ഇവർ കൊയ്യാൻ പോകുന്നത് കാണാലോ. ഒളിച്ചും പാത്തൊന്നുമല്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ, ടൗണിലുണ്ടല്ലോ, എന്നാ കൊയ്യട്ടെ. ഞങ്ങൾ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ സീനിനകത്ത് പോലീസിനെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചവരല്ല. ഞങ്ങൾ പോലീസിനെതിരായിട്ട് തുടങ്ങിയ സമരമല്ല. പക്ഷെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, റോഡ് സൈഡിൽ നിന്ന 2 MLA സ്റ്റാഫുകളെ അടിക്കുക, അവർ സമരത്തിൽ പങ്കാളികളായി ഒന്നുമില്ല, അവരെ അടിക്കുക. എന്നിട്ട് അവർ പറയുന്നു സ്റ്റാഫാണ്, ഞങ്ങൾ സമരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയല്ല. എന്നിട്ട് പറയാം സ്റ്റാഫാണ് ഓഫീസിൽ ഇരിക്കണമെന്ന്. ഇവരാണ് ഇവിടുത്തെ നികുതി പിടിച്ചുകൊണ്ട് പോകുന്നത്, പോലീസാണോ?
ഇവർക്കാണോ നമ്മൾ നികുതി കൊടുക്കുന്നത്? ഇവർ തീരുമാനിക്കാൻ? ഇവർ ചുങ്കം പിരിക്കുന്ന നാടുവാഴികളാണോ? എന്റെ സ്റ്റാഫ് എവിടെ നിൽക്കണമെന്ന് അവരാണോ തീരുമാനിക്കുന്നത്? പോലീസ് ഓഫീസർമാർക്കെതിരെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ സമരം പോലീസുകാർക്കെതിരെ തുടങ്ങിയതല്ല. ഞങ്ങൾക്ക് ഈ സമരത്തിനകത്ത് കൃത്യമായി പ്രത്യയശാസ്ത്ര ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഇനി അത് പോലീസ് ഇടയ്ക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസിനെ ഫേസ് ചെയ്യും. ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടല്ലോ, തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞ ഡിമാൻഡ് ഒന്ന്, BJP പ്രവർത്തകർ നടത്തിയ കൊലവിളി പ്രവർത്തനങ്ങൾ ഇതൊന്നും ഇവർ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഇപ്പുറത്തെ വശത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കണം. പറഞ്ഞല്ലോ, ഇവിടെ വെല്ലുവിളിക്കുക. ഇവിടെ വന്നിട്ടും സമരത്തിന്റെ സ്ഥലത്ത് മാത്രമല്ല, ഇവിടെ വന്നിട്ട് SI പറയാ തല്ലിപ്പൊളിക്കും. വിളിക്കുന്ന SI കുറെ നേരമായിട്ട് പറയല്ലേ, ഇവിടെ ഇരിക്കല്ലേ അവൻ, ഒന്ന് തൊട്ട് കാണീര്. ഈ നടപടി ഓർഡർ ആവുന്നവരെ സമരം തുടരുന്നതന്നെയാണോ സ്റ്റേഷന് മുന്നിൽ? നമുക്കറിയാലോ ഒരു സമരത്തെ എങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്ന്. ഇനി BJPയുടെ ഓഫീസിലോട്ട് സമരം നടത്തി എത്ര ദിവസം ഇവർ പ്രതിരോധിക്കുന്നത് കാണാം. ഇനിയുണ്ട് മാർച്ച്. നമുക്ക് നോക്കാം ഇവരെന്താ ചെയ്യുന്നതെന്ന്. അതിപ്പം BJPയുടെ പറയുന്നത് അവിടെ നടക്കുക, അതിനൊന്നും പ്രശ്നമില്ല. കൊലവിളി, മുദ്രാവാക്യം, കബറുടെ എല്ലാം ഉണ്ട്, പ്രശ്നമില്ല. പാലക്കാട് സംഘി പോലീസിന് മൂന്നാമത് നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധ മാർച്ചിനിടയിലാണ് ഇപ്പോൾ രാഹുലിനെതിരെ വീണ്ടും ഒരു കൊലവിളി പ്രസംഗം നടത്തിയിരുന്നു. എന്റെ പൊന്നു സഹോദരൻ, അതാ പറഞ്ഞത്, കബർ ഒരുക്കല്ല, കബറടത്തി കൊണ്ട് കിടത്തുന്നേ ആ നിമിഷം വരെ തുടരും. കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനെ ഒരു കൊലക്കേസിലെ പ്രതിയെ ജില്ലാ അധ്യക്ഷനാക്കിയിട്ടുണ്ടെങ്കിൽ പാലക്കാട് BJP മാത്രം. 302 കേസിൽ, അത് രാഷ്ട്രീയ കൊലപാതകമല്ല, ഒരു ഗുണ്ടാ നേതാവ് കൊല്ലപ്പെട്ട കേസിൽ കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ്. നിലവിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നയാളാണ്. ഒരു കൊലയാളിയായിട്ടുള്ള ജില്ലാ പ്രസിഡന്റിനെ വെച്ചുകൊണ്ട് കൊലവിളി പ്രസംഗം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഗ്രാവിറ്റി കൂടണമല്ലോ. 302 കേസിൽ വിചാരണ നേരിടുന്ന ഒരാൾ വീണ്ടും കൊലവിളി പ്രസംഗം നടത്തുമ്പോൾ ഈ പാലക്കാട്ടെ പോലീസ് അത് കണ്ടില്ല എന്ന് നടിക്കുകയാണോ? ശക്തമായ നടപടി എടുക്കണ്ടേ? അലക്സ് വധക്കേസിലെ പ്രതിയല്ലേ ഇവിടുത്തെ ഈ BJPയുടെ ജില്ലാ പ്രസിഡന്റ്? അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഒരു കൊലവിളി പ്രസംഗം നടത്തുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി കൂടും. അത് കോടതിയിൽ കൊടുക്കേണ്ടതാണ്, കേസുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടതാണ്. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഈ പാലക്കാട്ടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ മുഴുവൻ അയാൾ നേതൃത്വം കൊടുക്കുകയാണ്. ഇതിന് പോലീസിന് ഇത് അറിയാത്തതാണോ? ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലീസുകാർക്ക് ഇത് അറിയാത്തതാണോ? ഇയാൾ കൊലപാതക കേസിലെ പ്രതിയാണെന്ന് അറിയാത്തതാണോ? രാഷ്ട്രീയ കൊലപാതകമല്ല, ഏതെങ്കിലും തരത്തിൽ വ്യാജമായിട്ട് കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ളതല്ല. RSSന് വേണ്ടി ഗുണ്ടാപ്രവർത്തനം നടത്തിയിരുന്ന ഒരാൾ RSSനെതിരായി മാറിയപ്പോൾ RSS നടത്തിയൊരു കൊലപാതകം